നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. നമ്മുടെ ചാനലിൽ ഒരിക്കൽ എപ്പോക്സി ഫർണിച്ചറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എപ്പോക്സി ഫർണിച്ചറിനെ കുറിച്ച് ചെയ്തപ്പോഴേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ, മെയിനായിട്ട് അതിൻ്റെ പ്രൊഡക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും വരെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് എപ്പോക്സി ഫർണിച്ചറിൻ്റെ ഷോറൂം വീഡിയോസ് ചെയ്യാമെന്ന്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളത്ത് മേനകയിലുള്ള മെറാക്കി ലിങ്ക്സ് എന്ന പ്രസ്ഥാനത്തിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോക്സി ഫർണിച്ചറുകൾ ഒരുപാട് ഷോറൂമായിട്ട് ചെയ്യാനായിട്ടുള്ള ഫർണിച്ചറുകൾ, അത്യാവശ്യം ഫർണിച്ചറുകളൊക്കെ അവിടെയുണ്ട്. അത് ഇൻറ്റീരിയറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളാണ് അവർ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഈ മെറാക്കി ലിങ്ക്സിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനായിട്ട് ഒരു ഗിഫ്റ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മെറാക്കി ലിങ്ക്സിലെ എപ്പോക്സി ഫർണിച്ചർ, അതിൻ്റെ വില നിലവാരം ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ 4 ചെറുപ്പക്കാർ ചേർന്നാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവരെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഫർണിച്ചേഴ്സായിട്ട് നമുക്ക് കാണാം, അതിൻ്റെ വിലകളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇതുപോലുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ മെറാക്കി ലിങ്ക്സ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെയാണ്. നമസ്കാരം. ഇവരിപ്പം 3 പേരേ ഉള്ളൂ, 4 പേരുണ്ടല്ലേ ടോട്ടൽ? ഒരു വയനാടുകാരനുള്ളത്, വയനാട്ടിലാണ്. ആൾ അവിടുത്തെ വർക്കിലൊക്കെ ആയിട്ട് അങ്ങോട്ടാണ്, അവിടുത്തെ കാര്യങ്ങൾ നോക്കി അവിടെ ചെയ്യാണ്. നമ്മൾ അവിടെ ഒരു ഷോറൂം ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ വയനാടുകാരനാണ്, അവന് വേറെ കുറച്ച് പേരുകളുണ്ട്. അപ്പോൾ അവൻ അവിടെയാണ്, നമ്മളാണ് ഇവിടെ നോക്കുന്നത്. ഉണ്ട്. ഓക്കെ, എനിക്ക് 3 പേരുടെ പേരൊന്ന് പറഞ്ഞ്. എൻ്റെ പേര് ശിവൻ. എൻ്റെ പേര് റിനോയ്. 4ാമത്തെ ആളുടെ പേര് നിഖിൽ. അതെ. അപ്പോൾ ഇവർ 4 പേരുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥികൾ. അപ്പോൾ നമുക്കിനി ഓരോന്നിലോട്ടായിട്ട് പോകാം അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മെറാക്കി ലിങ്ക്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനിടയിൽ കൂടെ പറയാം അല്ലേ? ശരി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫ്രണ്ട് ടേബിളാണ്. ആക്ച്വലി ഇവിടം തൊട്ട് നിങ്ങളുടെ എപ്പോക്സിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ? ഞങ്ങളിവിടെയുള്ള എല്ലാ പ്രൊഡക്ഷനും എപ്പോക്സി സിഗ്നേച്ചറുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് തൊട്ട് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു റിസപ്ഷൻ ടേബിളായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടേബിളാണ്. ഈ വൈറ്റ് വന്നിട്ട് മൊത്തം എപ്പോക്സിയാണ്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് വാഗ എന്ന് പറഞ്ഞ മരത്തിലാണ്. വാഗ. ഓക്കെ, ശരി. ലൈവ് എഡ്ജ് ടേബിളാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മളുടെ ബ്രാൻഡിന്റെ നെയിമാണ്, ഫൈ ഫാക്ടറി എന്ന് പറയുന്നത്. ഓക്കെ. അവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, അവരാണ് അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മീൻസ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് അതിന്റെ പ്രൊഡക്ഷൻ. ഈ സ്ഥാപനത്തിന്റെ പേര് പറയുമ്പോഴും അവരുടെ പേരും കൂടെ പറയണം സ്വാഭാവികമായിട്ട്. നമ്മൾ അവരുടെ സെയിൽസ് മാത്രം നോക്കുന്നുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവർ കോഴിക്കോടാണ് അല്ലേ? ഇവർ കോഴിക്കോടാണ്, കല്ലായിലാണ്. എനിക്ക് തോന്നുന്നു അവർ വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, പ്രത്യേകിച്ച് ഫർണിച്ചർ ഫീൽഡിലൊരു 50 വർഷത്തോളമായിട്ട് കോഴിക്കോട് കല്ലായിൽ അഞ്ജലി ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞ ഇന്റീരിയർ വർക്ക്സ്, ഓഫീസിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന പല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റുകളും ചെയ്തേക്കുന്ന ഒരു ഫേമാണ്. അവരിപ്പോൾ റീസെന്റ് ആയിട്ടാണ് എപ്പോക്സിയിലോട്ടും കൂടെ കടന്നിരിക്കുന്നത്. യൂറോപ്യൻ ട്രെൻഡാണ്, നമ്മുടെ നാട്ടിലോട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് ഞങ്ങൾ എല്ലാത്തിലും ഒരു റേറ്റ് കൂടെ പറയാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിന് എത്ര ഏകദേശം റേറ്റ് ആവുമെന്ന് പറയാൻ പറ്റുമോ? ഇതിന് ഞങ്ങൾ ഏകദേശം ഈ ലൈവ് എഡ്ജ് എപ്പോക്സി വരുന്ന ടേബിളിന് ഏകദേശം 23,000 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, അത് ഇതിന്റെ കനം ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത്, എന്താ പറയുന്നത്, ഒരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡാണ്. അതായത് നമുക്ക് എപ്പോക്സിയിൽ ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതൊരു സിംഗിൾ പീസ് ലോഗാണ്. നിലമ്പൂരത്തേക്കാണ്. 1974 ലോട്ടിലുള്ള നിലമ്പൂരത്തേക്കാണ്. അത്രയ്ക്ക് പഴക്കമുണ്ട്, എക്സ്പെൻസീവ് ആണ്, ലക്ഷറി ആണ്. താഴത്ത് റോളേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു പർപ്പസ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഹാങ് ഔട്ട് ചെയ്യണം, ഫോണൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി റോൾ ചെയ്ത്, അതായത് ഒരു മൂവിങ്, അതെ, സീറ്റിന്റെ അടുത്തൊക്കെ വെക്കുന്നു, പെർഫ്യൂമൊക്കെ വെക്കാം, ചാർജ് ചെയ്യാൻ പറ്റാം. മൾട്ടിപർപ്പസ് സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാഴ്ചയിൽ ഒരു എലഗന്റ് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇതിന് ഏകദേശം എത്ര രൂപ വരും? ഇതിന് ഏകദേശം 16,500 500 ആണ് വരുന്നത്. എക്സ്പെൻസീവ് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരത്തേക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു ഒറ്റ ലോഗിന് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. സോ അതാണ് ഇതിന്റെ ഒരു ലക്ഷറി പാർട്ട്. ഓക്കെ, ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹണികോം ടേബിൾ അല്ലേ, അങ്ങനെയല്ലേ ഇനി പറയുന്നത്? ഇതൊരുപാട് നമ്മുടെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിലും ഇതിൻ്റെ വേറൊരു കളറായിരുന്നു അത് ഉണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ഒക്കെ വെച്ചിട്ടാണ് റേറ്റ് വരുന്നതെന്നും ഇപ്പോൾ കെവിൻ ബ്രോ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് തരാമോ? ഇത് 6 പേർക്കുള്ള ഒരു ടേബിളാണ്. 5 അടി 3 അടി വീതിയിലാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. ഇതിപ്പോൾ 1 ഇഞ്ച് അല്ല, ഇതിന് ഏകദേശം 30-32 mm ആണ് ഇതിൻ്റെ കനമുള്ളത്. നല്ല കനമുണ്ടല്ലേ? നല്ല കനമാണ്. ഇത്
നിലമ്പൂർ തേക്കിലാണ് ചെയ്തേക്കുന്നത്. ഈ ഹെക്സഗൺ ഷേപ്സ് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് അതിന്റെ ഇടയിൽ റെസിൻ പവർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആണ്. നമ്മൾ നോർമലി മാറ്റ് ഫിനിഷിംഗ് കൊടുക്കാറുണ്ട്, ഗ്ലോസി ഫിനിഷിംഗ് കൊടുക്കാറുണ്ട്, രണ്ടിലും കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ മാറ്റ് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 46,500 രൂപ. അത് നമുക്ക് ഓപ്ഷണലാണ്. ഇതിനിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ മെറ്റാലിക് ലെഗാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് നിലവിൽ. ഇനി നമുക്കത് വേണമെങ്കിൽ തേക്കിന്റെ ലെഗിൽ തന്നെ നമുക്ക് കൊടുക്കാം. സെയിം പ്രൈസ് ചേഞ്ച് ചെയ്യാം, സെയിം പ്രൈസിൽ കൊടുക്കാം. നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് എല്ലാത്തിലും ഈ ഒരു നിലമ്പൂർ തേക്ക് എന്നുള്ള കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ? അതെ, അതായത് ഞങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോർമൽ ഫർണിച്ചറിൽ നിന്ന് ചെറിയൊരു പൈസ കൂടുതലാണ് എപ്പോക്സി ഫർണിച്ചർ. അപ്പോൾ അത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുക. ഇനി നിലമ്പൂരത്തേക്ക് അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ താഴത്തെ ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്. ഒരു എക്കണോമിക്കൽ സെഗ്മെന്റ് ആയിട്ട് വെന്തേക്കിൽ ചെയ്യുന്നുണ്ട്, മഹാഗണിയിൽ ചെയ്യുന്നുണ്ട്, അക്കേഷ്യയിൽ ചെയ്യുന്നുണ്ട്. ഈ 3 വരും ഇതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ്. അതായത് ഇത് പ്രോഡക്റ്റ് തന്നെ സെയിം ഡിസൈൻ നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് കാറ്റഗറിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു 34,000 രൂപ ചെയ്യുന്നത്. ഇത് തിക്നെസ് പ്രോഡക്റ്റ് ഇതേ ടേബിൾ നമുക്ക് ഏകദേശം 30,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് 19 mm ആയിരിക്കും അതിന്റെ തിക്നെസ്. ഇത് സെയിം പാറ്റേൺ, ഡിസൈൻ ഒക്കെ സെയിം തന്നെ, സെയിം മരവും. അതെ, സെയിം. തിക്നെസ് മാത്രം കുറയും. 19 mm 20 mm ആകുമ്പോഴത്തേക്ക് അതൊരു 33,000 രൂപ. അങ്ങനെയാണ് നമ്മുടെ പ്രൈസിങ് പോകുന്നത്. അതായത് തിക്നെസ്സിനനുസരിച്ച് ഇതേ പ്രോഡക്റ്റ് നമുക്ക് പ്രൈസ് കുറച്ചും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മെയിനായിട്ടുള്ള റേറ്റാണ്. അതായത് കബോർഡുകളിലൊക്കെ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കൈ അപ്പുറേ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കബോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ഷട്ടേഴ്സ്. ഇതും എപ്പോക്സിയിലാണ് ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പോക്സി ഷട്ടർ കാണുന്നത്. വെല്ലുവിളി പോലെ ഒരു ചലഞ്ചായിട്ട് ചെയ്തതാണ്. നോർമലി നമ്മൾ കണ്ടേക്കുന്ന ടേബിളും ടീപോയ്സിനും മാത്രമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ഒരു ഷട്ടറായിട്ട് യൂസ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ വാർഡ്രോബ്സിൽ യൂസ് ചെയ്തുകൂടാ, ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയത്. അത് വിജയകരമായിരുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ഇതും. അതായത് ഇതിൽ വന്നിരിക്കുന്ന കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്ലാക്ക് കളർ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അല്ലേ? ഇത് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. ഇതൊരു 19 mm തിക്നെസ് വരുന്ന ഷട്ടറാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയാവും? ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതിപ്പോൾ നിലമ്പൂരത്തേക്കിൽ ചെയ്തേക്കുന്നത് ഇതൊരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 3,700 രൂപയാണ് വരുന്നത്. റേറ്റ് വരുന്നത് യൂണിറ്റ് നമ്മൾ സ്ക്വയർ ഫീറ്റ് വെച്ച് കണക്ക് കൂട്ടുക. ഓക്കെ. നിലമ്പൂരത്തേക്കിൽ വരുമ്പോൾ ഓക്കെ. ഇതിന്റെ സെക്കൻഡ് കാറ്റഗറി, അതായത് എക്കണോമിക് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും 2,900 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. മരം വ്യത്യാസം വരും, അതാണ് പ്രത്യേകത. മഹാഗണിയായിരിക്കും വരിക. പക്ഷേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫിനിഷും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, മരം മാത്രം മാറുന്നുള്ളൂ. അപ്പോൾ അടുത്തത് വരുന്നത് മറ്റൊരു പ്രോഡക്റ്റ് ബെഡ് സൈഡ് ബോക്സ് അല്ലേ? ഇത് ബെഡ് സൈഡ് ബോക്സ് എനിക്ക് തോന്നുന്നത് ഏകദേശം പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നിലമ്പൂർ തേക്കിലാണ്. ഇങ്ങനത്തെ ഒരു ബെഡ് സൈഡ് ബോക്സ് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ എപ്പോക്സിയിൽ ചെയ്തേക്കുന്നത്. വളരെ റെയർ ആയിട്ടാണ്. ഇതിന്റെ കണ്ടിന്യൂറ്റി വരെ നമ്മൾ വളരെ ഷാർപ്പായിട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ എങ്ങനെ പ്രിന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ ഓരോ പ്രൊഡക്റ്റ് ഇരിക്കുന്ന ഫിനിഷിംഗ് ഒക്കെ അത്ര ബെറ്ററാണ്. ഇത് നമുക്ക് ഏകദേശം എത്ര രൂപ വരും? ഇതിന് ഏകദേശം 12,000 രൂപയാണ്. 12,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അത് നിലമ്പൂരത്തേക്കിന്റെ ആണ്. സെയിം ഇത് തന്നെ നമുക്ക് എക്കണോമി ഉണ്ട്. ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. തേക്കിൽ വരുമ്പോഴത്തേക്കും ഇച്ചിരി റേറ്റ് കയറി വരും, സ്വാഭാവികമാണ്, അറിയാമല്ലോ. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഇത് നമുക്ക് തന്നെ ഷോവാളിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. വാൾ പാനൽസ് ആണ്. ഓക്കെ. ഇത് നമുക്ക് ഏത് കളറിൽ വേണേൽ ഓപ്റ്റ് ചെയ്യാം അല്ലേ? നമ്മളിപ്പോൾ ഒരു 40ഓളം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതും മരവും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തിടാം. ഇതും ചെയ്തേക്കുന്ന ഈ പറഞ്ഞ പോലെ നിലമ്പൂരത്തേക്കിലാണ്. അതിൽ ചെയ്താൽ നമുക്ക് ഇത്രയും ഗ്രെയിൻസും ആ ഒരു രസമൊക്കെ കിട്ടും. ഓക്കെ. ഇതിപ്പോൾ ഈ ഒരു കണക്ക് റേറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്? സ്ക്വയർ ഫീറ്റ് ആണോ? 2,000 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഇതാണ് ഫൈ ഫാക്ടറി. നമ്മൾ മറ്റേ കണക്കിലൊക്കെ പഠിച്ചേക്കുന്ന പോലെ ഫൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നാളെ ഒരു അവസരത്തിൽ എപ്പോക്സിൽ എഴുതി ഭംഗിയായിട്ട് വരട്ടെ അല്ലേ? ഇത് എപ്പോക്സിലാണ് എഴുതിയേക്കണേ. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കാര്യം വെച്ചാൽ ഞാനത് എപ്പോക്സിയാന്ന് വിചാരിച്ചില്ല. അതത് ടച്ച് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് അറിയാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഇംപ്രിന്റ് ചെയ്തിട്ടും അതിൻ്റെ എപ്പോക്സി ഫിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അടുത്തത് ടീപ്പോയ് അല്ലേ? 3 വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ടീപ്പോയിലും വരുന്ന പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒന്ന് ഗ്ലോസി ഫിനിഷാണ്. രണ്ട് മാറ്റ് ഫിനിഷും ഒരു ഗ്ലോസി ഫിനിഷും ആണ് അല്ലേ? ഓക്കെ. എന്നാൽ ഇതിൽ റേറ്റുകൾ വ്യത്യാസം വരുമോ? ഇല്ല, ഗ്ലോസി ആണെങ്കിലും മാറ്റ് ആണെങ്കിലും റെസിൻ ഏത് തന്നെ കളറാണെങ്കിലും അതിൻ്റെ റേറ്റുകളിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ലൈവ് എഡ്ജ് വേറെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ലൈവ് എഡ്ജ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
ഇത് ലൈവ് എഡ്ജ് ടേബിൾ ആണ്, പക്ഷെ നമ്മൾ അതിൻ്റെ എപ്പോക്സി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ലൈവ് എഡ്ജ് വെച്ചിട്ട്. അത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പ്രൊഡക്ഷൻ തീരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടീപ്പോയ്സ് ഒക്കെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഈ ഒരു ഡയമെൻഷൻ, അതായത് നമ്മുടെ ടീപ്പോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2x1.25, 2 അടി x 1.25 അടി ചെറിയ ടീപ്പോയ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 6500 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ടീപ്പോയ്ക്ക് ഏകദേശം 15,000 വരും. ഓക്കെ. വലുതാണ്. ഇത് ഏകദേശം 4.5 സ്ക്വയർ ഫീറ്റ് വരുന്ന ടീപ്പോയാണ്. 1 അടി 1.5 അടി വീതി. ഏകദേശം 15,000 നിലമ്പൂരത്തേക്കിലാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ലെഗ് അടക്കം നിലമ്പൂരത്തേക്കാണ്. ഓക്കെ. ഇതും ഏകദേശം ആ ഒരു റേഞ്ച്, ഇത് മൂന്നും ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണ്. ഇതും മുന്നേ നമ്മൾ പറഞ്ഞ പോലെ മരം വേറെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്കൊരു 3,500 റുപ്പീസിന്റെ ഡിഫറൻസ് വരും. അപ്പോൾ അടുത്ത നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമ്മളെ അട്രാക്ട് ചെയ്ത ഒരു പ്രോഡക്റ്റാണിത്. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളൊരു നാനോ വൈറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നാനോ വൈറ്റ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് ഇവിടെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതെ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മരത്തിന്റെ ഒരു ഭംഗിയാണ്. അതെ. പറഞ്ഞ പോലെ സെയിം നിലമ്പൂരത്തേക്കിൽ തന്നെ ചെയ്തേക്കാണ്. ഇതൊരു ബാർ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ടി വി യൂണിറ്റിന്റെ ഒരു കൗണ്ടർ ടോപ്പോ എന്തായിട്ടാണെങ്കിലും കസ്റ്റമറിന് സൗകര്യം പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമുക്ക് എഡ്ജിങ് ഒക്കെ ഗ്രൂ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുത്തെ ഓരോ പ്രൊഡക്ഷന്റെ എഡ്ജിങ് നോക്കി കഴിഞ്ഞാൽ ഓരോ ടൈപ്പാണ്. അതെ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇതിന്റെ എഡ്ജിങ് ഒക്കെ ടേപ്പർ ചെയ്താണ്. അതെ. നമുക്കത് എങ്ങനെ വേണേൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു കസ്റ്റമർ അതിനിടയ്ക്ക് അന്നത്തെ വീഡിയോയിൽ എനിക്ക് മിസ്സായി പോയൊരു സംഗതിയാണ്, ഇതിലോട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ സാധിക്കുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എല്ലാം സ്ക്രൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ താഴത്തെ സ്റ്റാൻഡ് കൊടുത്തേക്കുന്ന സ്ക്രൂ ചെയ്തിട്ടാണ്. ഇതിലോട്ട് തന്നെ സ്ക്രൂ ചെയ്തിരിക്കുകയാണല്ലേ? ശരി. അത്യാവശ്യം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട് തന്നെ. നന്നായിട്ട് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത് ആക്ച്വലി എപ്പോക്സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മരത്തിനേക്കാളും സ്ട്രെങ്ത്തും ലൈഫും കൂടിയ പ്രോഡക്റ്റ്. ഇൻ കേസ് വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും മരം ഡീക്കേ ആയി പോയാലും എപ്പോക്സി ഡീക്കേ ആവില്ല, പ്രോബ്ലം വരത്തില്ല. ഓക്കെ. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അതായത് ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം, നമ്മുടെ ഇതിൻ്റെ ക്യൂറിങ് ടൈം ഭയങ്കര കൂടുതലാണല്ലേ? 15 ദിവസം 20 ദിവസമാണ് ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ ക്യൂറിങ് ടൈമിലാണ് ശരിക്കും ഇതിന് ഡ്യൂറബിലിറ്റി ഇരിക്കുന്നത്. ആ കറക്റ്റായിട്ട് ക്യൂറിങ് ടൈം എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിൾ ഇപ്പോൾ നമ്മുടെ കെവിൻ ബ്രോ പറഞ്ഞതുപോലെ വളരെ കാലം ഈട് നിൽക്കും. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് എടുക്കുന്ന ടൈം അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലേബർ സെയിം ആണ്. ഓക്കെ. ഇത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വരും? ഇതൊരു 70,000 റുപ്പീസ്. 70,000 റുപ്പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. തിക്നെസ് കുറച്ച് നമുക്ക് ചെയ്യാം, കൂട്ടി ചെയ്യാം. അതെ. എല്ലാത്തിലും നമ്മളിപ്പോൾ കാണുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ റേറ്റാണ് പറയുന്നത്. അതിൻ്റെ തിക്നെസ് കൂടും കുറയും ഒക്കെ നമുക്ക് ചെയ്യാം. മരത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് മാറ്റി ചെയ്യാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാറ്റി ചെയ്യാം അല്ലേ? നമുക്കിവിടെ വന്നേക്കുന്ന എല്ലാ പ്രൊഡക്ട്സും കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ആണ് ആക്ച്വലി കൂടുതൽ വന്നേക്കുന്നത്. അതായത് നമ്മൾ ഈ ഓപ്ഷൻ, ഈ ഒരു സാധ്യത കസ്റ്റമേഴ്സിനോട് പറയുമ്പോഴത്തേക്കും അവർ നമ്മളോട് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു കളറിൽ ചെയ്തു തരും. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കും. തീർച്ചയായും. ഇത് മാത്രം ഞങ്ങൾ പുഷ് ചെയ്യുന്നില്ല, ഏത് കളറുള്ളത് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഇപ്പോൾ അട്രാക്റ്റ് ചെയ്ത രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ റൂഫിങ്. അതായത് നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും സാധാരണ ഇതിൽ ഇൻറ്റീരിയർ ഫീൽഡിലായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇൻറ്റീരിയറിലോട്ട് നമ്മുടെ കണ്ണു പോകുന്നത്. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നെ ഒരു ഭ്രമിപ്പിച്ചൊരു സംഗതിയാണ് മുകളിലിരിക്കുന്നത്, റൂഫിങ് അല്ലേ? ഇത് നമ്മൾ മറ്റൊരിടത്ത് കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാമോ? ഇത് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു സ്ഥലത്ത് കണ്ടിട്ടില്ല. എപ്പോക്സിയിൽ ചെയ്യുന്ന ഒരു സീലിംഗ് പാനലാണ്. എപ്പോക്സി മരം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സീലിംഗ് പാനലാണ്. ഇത് നമ്മൾ ചെയ്തേക്കുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കനേഡിയൻ വുഡിലാണ് ചെയ്തേക്കുന്നത്. ട്രീറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടഡ് ആയിട്ട് ട്രീറ്റഡ് വുഡാണ് അല്ലേ? കനേഡിയൻ വുഡാണ്. കനേഡിയൻ വുഡിൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഹാങ് ചെയ്തുന്ന ഒരു സംഭവമല്ല, നമ്മുടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കുക. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കനേഡിയൻ വുഡ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കളർ കോൺട്രാസ്റ്റ് ഉണ്ട്. ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറാണ്, ഒരു ലൈറ്റ് മൂലം വരുമ്പോഴത്തേക്കും ലൈറ്റ് കളേഴ്സ് മൂലം വരുമ്പോഴത്തേക്കും കളർ കോൺട്രാസ്റ്റ് വരും. അതെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് നമ്മൾ ആക്കർ ബോൾട്ട് ഇട്ടിട്ട് മേളിൽ റൂഫായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക്, ഏകദേശം ഇതിൻ്റെ വലിപ്പം അനുസരിച്ചാണെന്നറിയാം, പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കാണെങ്കിൽ 2,000 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ഉള്ളെന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാം. ഇനി അതല്ല പൂർണ്ണമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് മറ്റൊരു സംഗതി പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഫോട്ടോസ് വെച്ച് ഞാൻ പെട്ടെന്ന് ക്ലോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ക്ലോക്കിനോട് സമാനമായിട്ടുള്ള ഒരു കോമ്പസ് എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഫുള്ള് എപ്പോക്സിയാണ് വരുന്നല്ലേ? ഇത് ഫുൾ എപ്പോക്സിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തേക്കാണ്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഗ് ആണ്. ലെഗ് ഒരു സിംഗിൾ ലോഗ് പീസാണിത്. ഓക്കെ.
ആ നമ്മൾ ഇച്ചിരി മുന്നേ കണ്ട പ്ലഗ് പോയിന്റിന്റെ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ അല്ലേ? അതുപോലെ തന്നെ ഒരു സിംഗിൾ ലോക്കാണ്. ഓക്കെ, ഞങ്ങളുടെ ബ്രാൻഡ് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും ഈ പറഞ്ഞ പോലെ നിലമ്പൂർ തേക്കാണ് വന്നിരിക്കുന്നത്. നിലമ്പൂർ തേക്കാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ പുറത്തൊരു സീത്രൂ ആയിട്ടുള്ള റെസിനാണ് കൊടുത്തേക്കുന്നത്. താഴത്ത് മാറ്റാണ്. അതാണ് ഈ വുഡ് മാത്രം മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ, താഴത്തോട്ട് അധികം മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. ഏത് കളർ വേണം നമുക്ക് ചെയ്തെടുക്കാൻ ചെയ്യാം. നമുക്ക് സീത്രൂ ചെയ്യാം, ഒപ്പേക്ക് ചെയ്യാം, ഈ പറഞ്ഞ പോലെ മാറ്റ് ഫിനിഷ് കൊടുക്കാം, ഗ്ലോസി ഫിനിഷ് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റൗണ്ട് ടേബിൾ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ മരം ടീക്ക് തന്നെയാണ്. ടീക്ക് വിട്ടൊരു കളിയില്ല. അല്ല, അങ്ങനെയല്ല, നമ്മളെല്ലാം ചെയ്യും. പക്ഷെ നമ്മളൊരു ഷോറൂമിൽ ഡിസ്പ്ലേക്ക് വെക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ വെക്കുന്നത്. ഇതിന് രണ്ടിനും നമുക്കിപ്പോൾ ഏകദേശം എത്ര രൂപയാവും? ഇതൊരു 13,500. രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണല്ലേ? ഓക്കെ. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് ഞാനൊന്ന് ഉയർത്താൻ ശ്രമിച്ചു നോക്കി. നല്ല വെയിറ്റാണ്, നല്ല താഴെയുള്ള പ്രോഡക്റ്റ്. ടീക്കാണ് അല്ലേ? ടീക്കാണ്. ഇതെന്ത് പർപ്പസിനായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്? പ്ലാൻ പോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മണ്ണൊക്കെ നിറച്ചിട്ട് ചെടി വെച്ച് ഇന്റീരിയർ ആയിട്ടുള്ള പ്ലാൻ പോട്ടോ അല്ലെങ്കിൽ വീടിന് തൊട്ട് മുന്നിൽ വെക്കുന്ന പ്ലാൻ പോട്ട്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്, യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അത് നമുക്ക് പിന്നെ സെയിൽ പർപ്പസ് തന്നെയല്ലേ? സെയിൽ പർപ്പസ് ആണ്. അതൊരു ഷോ പീസാണ് ആക്ച്വലി. അപ്പോൾ ഇത് ഒരു സെൻറ്റർ ടേബിൾ ആണല്ലേ? സെൻറ്റർ ടേബിൾ, ഒരു ചെറിയൊരു ടേബിള്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡയമീറ്ററുള്ള ചെറിയൊരു ടേബിൾ. ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് കാണാൻ പറ്റും. ടീക്കാണ്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് പോർട്ടബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിനോട് സമാനമായിട്ട് ചെറുതാണെന്നേ ഉള്ളൂ. ലെഗും എല്ലാം വന്നിരിക്കുന്നത് ടീക്കിൽ തന്നെയാണ്. ഓക്കെ. ഇത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? 7,000 റുപ്പീസ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മെറാക്കി ലിങ്ക്സ് എന്ന് പറയുന്ന എപ്പോക്സി ഫർണിച്ചർ പ്രസ്ഥാനത്തിലെ വിശേഷങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചും ആ പ്രൊഡക്ട്സിൻ്റെ വില വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പഴയ എപ്പോക്സി ഫർണിച്ചർ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിനകത്തോട്ട് ചേർക്കണ്ട എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഗിഫ്റ്റ് ഇവർ കരുതി വെച്ചിട്ടുണ്ടെന്ന്. അതായത് ഇവിടെ എല്ലാ പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്നത് കോഴിക്കോടാണ്. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും കസ്റ്റമൈസ്ഡുമാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ അടുത്തുനിന്ന് ഓർഡർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും പ്രൊഡക്ട്സ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉള്ള പ്രൈസിൽ നിന്ന് നോർമലി ഒരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിക്കാം. എറണാകുളത്ത് മേനകയിലാണ് പ്രസ്ഥാനം. അപ്പോൾ ഇതുപോലുള്ള നൂറുകണക്കിന് വീഡിയോസ് നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ എന്നുള്ള ചാനലിൽ വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയും മികച്ച ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും അജയ് സിംഗ് സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.